ഫസ്റ്റ് വീക്കിലെ വോട്ടിംഗ് ആണ്. ഇത് പെർസെൻറ്റേജ് ആണ്. ഷിജയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിരുന്നത് 32%. ഏറ്റവും കുറവ് അന്ന് കിട്ടിയിരിക്കുന്നത് രതീഷിനാണ്. വീക്ക് 2 നമുക്ക് കാണാം. ഋഷിക്കായിരുന്നു 37.6% ആയിരുന്നു ഋഷിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. നിഷാനൊക്കെയായിരുന്നു കുറവ് 1.7. പിന്നെ സുരേഷിനായിരുന്നു അത് 2.46. നമുക്ക് വീക്ക് 3 കാണാം. വീക്ക് 3ലാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത്. വലിയ പെർസെൻറ്റേജ് ആണ്. 62.99% ആണ് അന്ന് അർജുനെ കിട്ടിയിരിക്കുന്നത്. ഈ ഫുൾ സീസണിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ഒരു വീക്കായിരുന്നു. ഏറ്റവും കുറവ് കിട്ടിയ യമുനായിരുന്നു. പക്ഷെ നമുക്കന്ന് പിന്നെ എവിക്ഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് വീണ്ടും യമുന നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, 4 കാണാം. ഷിജു ആയിരുന്നു 28.75%. ഏറ്റവും കുറവ് യമുനയായിരുന്നു. നമുക്ക് വീക്ക് 5 കാണാം. ഷീത് തന്നെയായിരുന്നു അന്ന് ഏറ്റവും മുൻപിൽ. ജന്മണിക്കായിരുന്നു ഏറ്റവും കുറവ്. പക്ഷേ എവിക്ഷൻ ഉണ്ടായിരുന്നില്ല. 6 കാണാം നമുക്ക്. അങ്ങനെ ശ്രീതു ഒരു ഹാട്രിക് അടിച്ച 3 ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്ന ശ്രീതുവിനായിരുന്നു. കണ്ടിന്യൂസ് ആയിട്ട് 3 ആഴ്ച. ഏറ്റവും കുറവ് ജന്മണിക്കായിരുന്നു 1.46. 7 വീണ്ടും അർജുൻ തന്നെയായിരുന്നു 29.74. ഏറ്റവും കുറവ് വന്നത് അഭിയായിരുന്നു. ഒരുപാട് പേർക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്നു അല്ലേ. ഇത് ഗ്രാഫ് നോക്കിയാൽ അറിയാം നമുക്ക്. ഈ സീസണിന്റെ പ്രത്യേകത അത് തന്നെയായിരുന്നു. നമുക്ക് വീക്ക് 8 കാണാം. ജിൻഡോയാണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് 23.94. അന്ന് ഗബ്രി പവർ റൂമിൽ നിന്ന് ഇറങ്ങി ആഴ്ച വീക്ക് 9 കാണാം. വീണ്ടും ജിൻഡോ തന്നെയായിരുന്നു. 40% ഉണ്ട്. ശരണ്യ 1.9 ആൻഡ് ശ്രീരേഖ. എന്ത് പറ്റി ശ്രീരേഖ? സർ, ഓഡിയൻസ് പ്രതീക്ഷിച്ച രീതിയിൽ എനിക്ക് ചിലപ്പോൾ ഇവിടെ ഗെയിം കളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല സർ. അതുകൊണ്ടാണ്. ശരി, ഗെയിം കഴിഞ്ഞിട്ട് പോയിട്ട് എങ്ങനെയുണ്ട് അത് കേൾക്കട്ടെ. ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങളാണ് എനിക്കുണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന്, ഞാൻ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എനിക്കൊരു അവാർഡ് ലഭിച്ചിട്ടുണ്ടെന്നോ അതൊന്നും ആർക്കും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എൻ്റെ പേര് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്തിലെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ശ്രീരേഖ എന്ന വ്യക്തി എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് ശ്രീരേഖ എന്ന് പറയുന്നു. അത് തന്നെ വലിയ കാര്യമാണ് സർ. ഇപ്പോൾ ബിഗ് ബോസ് ശ്രീരേഖ എന്ന് പറയുന്നത്. ഇനി വലിയ വലിയ ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. വീക്ക് 10 ജിൻഡോ തന്നെയാണ് 25% ഉണ്ട്. രശ്മിൻ പ്രതീക്ഷിച്ചിരുന്നോ? എപ്പിസോഡിന് അന്ന് ഉറപ്പായിരുന്നു ഞാനാ പോകുന്നത്. പക്ഷെ അതിന് മുന്നേ എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു. എന്ത് പറഞ്ഞു നിങ്ങളുടെ സ്റ്റുഡൻസ് കുട്ടികളൊക്കെ എന്താ പറഞ്ഞു? കുട്ടികളൊക്കെ ഹാപ്പിയാണ്. ഇനി കോളേജിൽ ഇതുവരെ പോകാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടി പോകണം. പക്ഷെ അല്ലാതെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, വിളിച്ച് സംസാരിച്ചു. അല്ലാതെ കുറെ പേര് വന്ന് കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു. താങ്ക് യു.